100 ദിവസം കൊണ്ട് 100 പഞ്ചായത്ത് നഗരസഭാ തലങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. UDF സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ലീഗൽ മെട്രോളജി വകുപ്പ് ഈ മാസം മുതൽ എല്ലാ ജില്ലയിലും ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ വെരിഫിക്കേഷൻ ക്യാമ്പുകൾ നടപ്പാക്കുന്നതെന്ന് പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. താലൂക്ക് ആസ്ഥാനത്ത് നിന്നും 15 കിലോമീറ്ററോ അതിലധികമോ ദൂരമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂത്താട്ടുകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത് 2018 മുതലാണ് ഓട്ടോമീറ്റർ സീലിംഗ് പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിലേക്ക് മാറ്റിയത്. അതിനു മുമ്പ് മറ്റു തലങ്ങളിലായിരുന്നു. പക്ഷെ നമുക്ക് പഞ്ചായത്തിലേക്ക് അതിന് ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും വളരെ ദൂരയിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കോ താലൂക്ക് ആസ്ഥാനങ്ങളിലേക്കോ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. വെരിഫിക്കേഷൻ പഞ്ചായത്ത് തലങ്ങളിൽ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ശ്രദ്ധയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശം താൻ തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഇടയാക്കിയത്. തദ്ദേശ തലത്തിൽ ക്യാമ്പ് നടത്തുമ്പോൾ തൊഴിലാളിക്ക് ദൂരയാത്രയും സമയനഷ്ടവും ഒരു ദിവസത്തെ തൊഴിൽ നഷ്ടവും ഒഴിവാക്കാം. എത്രയിടത്ത് ക്യാമ്പ് നടത്തിയെന്ന് വെബ്സൈറ്റിൽ കാണാൻ കഴിയും. 100 ദിവസത്തിൽ പരിമിതപ്പെടുത്തുക എന്നതല്ല, പദ്ധതി തുടർന്നു പോകാനാണ് ലക്ഷ്യമിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. 100 ദിന പദ്ധതി എന്ന നിലയിൽ വിവിധ ആശയങ്ങൾ നടപ്പാക്കാൻ സർക്കാർ ലക്ഷ്യം വച്ചിട്ടുണ്ട്. ആദ്യത്തേതായി പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. ഭക്ഷ്യവകുപ്പ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 100 ദിവസം കൊണ്ട് 50,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയാണ്. ഉപഭോക്തൃ വകുപ്പ് 1000 സ്കൂളുകളിൽ കൺസ്യൂമർ ക്ലബ്ബുകൾ ആരംഭിക്കും. ഇതുപോലെ എല്ലാ സർക്കാർ വകുപ്പുകളും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യ ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.